ടിനി ടോമിനെതിരായ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാനാവില്ലെന്ന് പോലീസ്. മറ്റൊരാൾ പറഞ്ഞു കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാവില്ലെന്നാണ് വിശദീകരണം. അൻസിബയുടെ പരാതിയിൽ കടവന്ത്ര സിഐ എറണാകുളം സെൻട്രൽ എസിപിക്ക് റിപ്പോർട്ട് നൽകി. അൻസിബ നൽകിയ രണ്ടാമത്തെ പരാതിയിലാണ് കഴമ്പില്ല എന്നൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ടിനി ടോമിനെതിരെയായിരുന്നു അൻസിബ പരാതി നൽകിയത്. തന്നെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുകയും താനൊരു വർഗീയവാദിയാണ്, മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നുണ്ട് എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ടിനി ടോം പല വേദികളിലും പല ആളുകളോടായി പറഞ്ഞു എന്നായിരുന്നു അൻസിബ കടവന്ത്ര പോലീസിന് നൽകിയ പരാതിയിൽ പറഞ്ഞത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ടിനി ടോമിനെയും അൻസിബയെയും ശ്വേതാ മേനോന്, നീന കുറുപ്പ് എന്നിവരുടെയൊക്കെ വിശദമായ മൊഴി രേഖപ്പെടുത്തി. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ അന്വേഷണത്തിന് അടിസ്ഥാനമില്ല, അല്ലെങ്കിൽ ഈ ഒരു പരാതിയിൽ അടിസ്ഥാനമില്ല എന്ന് പറയുന്നത്. കേട്ടുകേഴ്വിയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനാകില്ല എന്നാണ് കടവന്ത്ര SI സെൻട്രൽ ACPക്ക് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പറയുന്നത്. ടിനി ടോമിനെതിരെ അൻസിബ കോടതിയെ സമീപിച്ചിരുന്നു. പോലീസ് കേസെടുക്കാത്ത സാഹചര്യത്തിൽ ഇതിൽ കേസ് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി. സ്വാഭാവികമായും പോലീസിനോട് ഇതിൽ കോടതി ഒരു വിശദീകരണം ചോദിക്കും. അങ്ങനെയാണെങ്കിൽ ഈ റിപ്പോർട്ട് കോടതിയിലേക്ക് സമർപ്പിക്കാനാണ് സാധ്യത. നേരത്തെ ലക്ഷ്മിപ്രിയക്കെതിരെയും SI രേഷ്മയ്ക്കെതിരെയും അൻസിബ പരാതി നൽകിയിരുന്നു. ആ പരാതിക്കും അടിസ്ഥാനമില്ല എന്നായിരുന്നു തൃക്കാക്കര ACPയുടെ കണ്ടെത്തൽ. പിന്നീട് ഇത് കോടതിയിൽ സമർപ്പിക്കുകയും കോടതി ഈ കേസ് തള്ളിക്കളയുന്ന ഒരു സാഹചര്യവുമായിരുന്നു. എന്നാലും ടിനി ടോമിനെതിരായിട്ടുള്ള കേസിലും സമാനമായ രീതിയിലുള്ളൊരു നിലപാട് തന്നെയായിരിക്കും കോടതിയിൽ നിന്നും ഉണ്ടാകുക. അതിനിടയിലാണ് അൻസിബ ഇന്നലെ പാലാരിവട്ടം പോലീസിന് മറ്റൊരു പരാതി നൽകിയിരിക്കുന്നത്. അത് നടി ലക്ഷ്മിപ്രിയ ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അൻസിബയെ വളരെ മോശമാകുന്ന രീതിയിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത്. അതിന് പിന്നിൽ ഗൂഢാലോചന നടത്താൻ ശ്വേതാ മേനോനും പങ്കുണ്ടെന്ന് കൂടി പരാതിയിൽ പറയുന്നുണ്ട്. ലക്ഷ്മിപ്രിയ, ഈ അഭിമുഖം നടത്തിയ സുകുമാരൻ, അതോടൊപ്പം തന്നെ ശ്വേതാ മേനോൻ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്നാണ് പുതിയ പരാതിയിലും പറയുന്നത്. നിലവിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ പ്രാഥമികമായുള്ള ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേസെടുക്കേണ്ട സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയാൽ കേസെടുക്കാമെന്നൊരു നിലപാട് തന്നെയാണ് പാലാരിവട്ടം പോലീസ് എത്തി നിൽക്കുന്നത്. അതിനിടയിൽ അഡ്ഹോക് കമ്മിറ്റിയുടെ പ്രാഥമിക പ്രവർത്തനങ്ങൾ തുടങ്ങി. ഈ അമ്മ സംഘടന വിട്ടുപോയ അംഗങ്ങളെ തിരിച്ചെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കുമെന്നാണ് രമേശ് പിഷാരടി വ്യക്തമാക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.